സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരായ കേസ് ഒത്തുതീർപ്പായി. ഇക്കാര്യം ഷാൻ റഹ്മാൻ ഹൈക്കോടതി അറിയിച്ചു. ഇതിനെ തുടർന്ന് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ കേസിലെ തുടർ നടപടികൾ റദ്ദാക്കി. ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് കൊച്ചി പോലീസായിരുന്നു. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജുവിന്റെ പരാതിയിലായിരുന്നു കേസ്. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ടാണ് പരാതി. ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റോ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി 23-ന് കൊച്ചിയിൽ നടത്തിയ ഉയരെ എന്ന പേരിലുള്ള സംഗീത നിശ്ചയവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും. ഉയരെ സംഗീത നിശ്ചയയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. ആകെ 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവായെന്നും 5 പൈസ പോലും തിരികെ ലഭിച്ചില്ല എന്നുമാണ് അറോറ കമ്പനി ഉടമ നിജു രാജ് പരാതിയിൽ പറയുന്നത്. പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും നിജു ആരോപിക്കുന്നുണ്ട്. പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗതം തടസ്സമുണ്ടാക്കിയതിനും ഷാനെതിരെ വേറെയും കേസുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.